ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ കിതാബ് തൗഹീദ്, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല അവരുടെ ഷറഹ് ആയനത്തുൽ മുസ്തഫീദ് സഹിതം ഓഡിയോ നമ്പർ 137. ബാബു മാ ജാഅ ഫീ ഹിമായത്തുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനാബത്ത് തൗഹീദി വസദ്ദിഹി കുല്ല ത്വരീഖി യൂസിലു ഇല ശിർക്ക്. തൗഹീദിന്റെ അതിരുകളെ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷിച്ചതിനെ കുറിച്ചും ഷിർക്കിലേക്ക് എത്തിക്കുന്ന എല്ലാ വഴികളും അവിടുന്ന് അടച്ചു കളഞ്ഞതിനെ കുറിച്ചുമുള്ള അധ്യായം. ഇതിന്റെ ഷറഹ് തുടരുകയാണ്. ഖൗലുഹു, അദ്ദേഹത്തിന്റെ വചനം, അതായത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല ഹദീസ് കോട്ട് ചെയ്ത് പറയുന്നത്. അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ള നിവേദനം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജഅലു ബുയൂതകും ഖുബൂറ അൽ ഹദീസ. പറഞ്ഞാൽ ആ പറഞ്ഞ ഹദീസ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബറുകളാക്കരുതേ എന്ന്. അതിൽ സലാസു കലിമാത്തിൻ ഖാലഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹാദൽ ഹദീസ്. ഈ ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 3 കലിമത്തുകൾ. അൽ കലിമത്തുൽ ഊല, ഒന്നാമത്തെ കലിമത്ത് എന്താണ്? ഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം, ലാ തജഅലു ബുയൂതകും ഖുബൂറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബറുകളാക്കരുത്. യാനി ഉദ്ദേശിക്കുന്നത് ലാ തുഅത്തിലു അൽ ബുയൂത മിൻ ദിക്രില്ലാഹി, അല്ലാഹുവിനെ സ്മരിക്കുന്നതിൽ നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഒഴിവാക്കരുത്, മുക്തമാക്കരുത്, അതിൽ നിന്ന് ഒഴിവാക്കരുത്. അപ്പൊ അള്ളാഹുവിനെ സ്മരിക്കുക. നിങ്ങളുടെ വീടുകൾ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് ഒഴിവാകരുത് എന്നർത്ഥം. വമിൻ സ്വലാത്തിൻ നാഫിലത്തി, അതുപോലെ നഫില ആയ സുന്നത്തായിട്ടുള്ള നിസ്കാരങ്ങളിൽ നിന്നും ഒഴിവാകരുത്. അതുപോലെ ഫർദായിട്ടുള്ള നിസ്കാരങ്ങൾ, പ്രത്യേകിച്ച് ആണുങ്ങൾ പള്ളികളിൽ മസ്ജിദുകളിൽ വെച്ചിട്ടാണല്ലോ ജമാഅത്തായിട്ടാണല്ലോ നിർവഹിക്കേണ്ടത്. അപ്പോൾ കഴിയുന്നതും ജമാഅത്തായിട്ട് നിർവഹിക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ടാണ് നഫ്ൽ നിസ്കാരത്തിന്റെ കാര്യം പ്രത്യേകം പറഞ്ഞത്. തിലാവത്തിൽ ഖുർആൻ പാരായണം കൊണ്ട് അതിൽ നിന്നും ഒഴിവാക്കരുത്. എന്നിട്ട് ഖുർആൻ പാരായണം വീടുകളിൽ നടത്തണം. ലിഅന്നഹ, കാരണം അവ വീടുകൾ ഇദാ ഉത്തിലത്, അവ ഒഴിവാക്കപ്പെട്ടാൽ, സ്വാറത്ത് മിസ്ൽ ഖുബൂർ, അത് ഖബറുകളെ പോലെയാകും വീടുകൾ. ലിഅനൽ ഖുബൂറ ലൈസ ഫിഹാ അമലും, കാരണം ഖബറുകൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് അമലില്ലല്ലോ, കർമ്മങ്ങളൊന്നുമില്ല. ഖാവിയത്തുൻ ഖാലിയത്തുൻ ഹുഫറുൻ മുദ്ലിമത്തുൻ, അതാണ് ഖബറുകളെ പറ്റി പറഞ്ഞത്. ഖാവിയത്തുൻ ഖാലിയത്തുൻ, അവ ശൂന്യമാണ്. അതേപോലെ ഹുഫറുൻ കുഴികളാണ്, മുദ്ലിമത്തുൻ ഇരുട്ടുള്ളതാണ്. ഇല്ലാ മൻ നവ്വറഹ അല്ലാഹു അലൈഹി ബിനൂരിൽ ഈമാനില്ലദീ സബഖ ലഹും ഫിൽ ഹയാത്തി ദുനിയാ, ദുനിയാവിന്റെ ജീവിതത്തിൽ, ഐഹിക ജീവിതത്തിൽ കഴിഞ്ഞുപോയ അമലുകളെ കൊണ്ട്, അതിന്റെ ഈമാന്റെ പ്രകാശം കൊണ്ട് അള്ളാഹു ആ ഖബറുകളെ പ്രകാശിപ്പിച്ചത് ഒഴികെ. അപ്പോൾ സൽക്കർമ്മം കൊണ്ടും ഈമാൻ കൊണ്ടും ഖബറുകൾക്ക് പ്രകാശം ലഭിക്കും, ഖബറുകളിൽ നൂറ് ലഭിക്കും. അങ്ങനെ ലഭിച്ച പ്രകാശം, അങ്ങനെ ലഭിച്ചവർക്ക് അവരുടെ ആ പ്രകാശം ഒഴികെ സാധാരണ രീതിയിൽ എന്തായിരിക്കും? ഖബറ് മുദ്ലിമത്താണ്. അപ്പോ ഖബറ് പ്രകാശമുണ്ട്. എന്ത് പ്രകാശമാണ്? ഈമാന്റെയും സൽക്കർമ്മത്തിന്റെയും പ്രകാശം ഉണ്ടാവും അതുള്ളവർക്ക്, അല്ലാത്തവർക്കോ പൂർണ്ണമായി ഇരുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയാണ് ഖബറുകളുടെ അവസ്ഥ. അപ്പൊ ഇവിടെ വീടുകളെ ശ്രദ്ധിക്കുന്ന കാര്യം ഈ ഹദീസിൽ ഉണ്ട് എന്നതാണ്. വീടുകളോട് കാണിക്കേണ്ട ഒരു ഐനായത്ത്, ഒരു പരിഗണന, ഒരു ശ്രദ്ധ. എന്താണ് ആ ശ്രദ്ധ എന്നതാണ്. ബുയൂത്തുൽ മുസ്ലിമീൻ, അതായത് സത്യവിശ്വാസികളുടെ, മുസ്ലിങ്ങളുടെ വീടുകൾ. ആ വീടുകൾ എന്താക്കണം? അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട്, അള്ളാഹുവിനെ സ്മരിക്കൽ കൊണ്ട് അത് പരിപാലിക്കപ്പെടണം എന്ന്, അത് സമർത്ഥമാക്കപ്പെടണം വീടുകൾ. അതേപോലെ വബി തിലാവത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണം കൊണ്ടും, വസലാത്തിൻ നാഫില, നഫിലായ സുന്നത്തായ നിസ്കാരങ്ങൾ കൊണ്ടും, വലിക്സാരി മിൻ ദിക്രി, അള്ളാഹുവിനെ സ്മരിക്കൽ, ദിക്ർ വർദ്ധിപ്പിക്കൽ കൊണ്ടും. ബൽ, എന്നല്ല, ഇന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അമറ, നിശ്ചയം അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു, ബിഅൻ തജഅല അൻ-നവാഫിൽ അല്ലതി ലാ തുശ്റഉ ലഹാ അൽ-ജമാഅത്തു കുല്ലുഹാ ഫിൽ ബുയൂത്ത്. ജമാഅത്ത് നിസ്കാരം, ജമാഅത്തായിട്ട് നിസ്കരിക്കൽ ശർആക്കപ്പെട്ടിട്ടില്ലാത്ത നഫ്ൽ നിസ്കാരങ്ങളൊക്കെ വീടുകളിൽ വെച്ചാക്കാൻ നബി കൽപ്പിച്ചു. അല്ല, മസ്ജിദുകളിൽ പാടില്ല എന്നല്ല, പക്ഷെ അത് വീടുകളിൽ നിർവഹിക്കൽ പുരുഷന്മാർക്കും ഉത്തമമാണ്, വീടുകളിൽ വെച്ച് നിർവഹിക്കൽ നഫ്ൽ നിസ്കാരം എന്ന് നബി നിർദ്ദേശിച്ചു. അമ്മൽ ഫറായിദു, അപ്പോൾ ഫർളുകൾ, ഇന്നഹാ തകൂനു ഫിൽ മസാജിദ്, അത് മസ്ജിദുകളിലായിരിക്കും, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക്. വദാലിക ലിഇമാറാത്തിൽ ബുയൂത്തി, അപ്പോൾ അത്
വീടുകളുടെ പരിപാലനം അല്ലെങ്കിൽ വീടുകളെ ശ്രദ്ധിക്കുന്നത് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ മസ്ജിദുകളിൽ ആ സ്ത്രീകൾക്കും പോവാം, അവിടെ നിസ്കരിക്കാം. പക്ഷെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് നിസ്കാരം ഫർദ് ഐനാണ്, അതേപോലെ ഫർദ് കിഫായാണ്. രണ്ടഭിപ്രായങ്ങളുണ്ട്. എന്താണെങ്കിലും ഫർദാണ്, നിർബന്ധമാണ് അവിടെ മസ്ജിദിൽ നിസ്കരിക്കും. മസ്ജിദുകൾ അടുത്തുള്ളവർ മസ്ജിദിൽ തന്നെ നിസ്കരിക്കാൻ നിർബന്ധമാണ് എന്ന വീക്ഷണം ആണ് കൂടുതൽ ശരി. കാരണം വീടുകൾ അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് അത് പരിപാലിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ വീടുകൾ അങ്ങനെ ആയാൽ അതത് തൊട്ട് ഷൈത്താൻമാർ, പിശാചുക്കൾ അകന്നു നിൽക്കുമെന്നതാണ്. അതേപോലെ വീട്ടുകാര്, സ്ത്രീകളും പിന്നെ സന്തതികളും ചെറിയ കുട്ടികളും ഒക്കെ, അതേപോലെ ആ വീട്ടിൽ താമസിക്കുന്ന മറ്റുള്ളവരൊക്കെ അള്ളാഹുവിന്റെ വഴിപ്പെടുന്നതിലായിക്കൊണ്ട് വളരും എന്നതാണ്. അങ്ങനെ ഇങ്ങനെയുള്ള അള്ളാഹുവിനെ സ്മരിക്കുന്ന വീടുകൾ, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന വീടുകൾ, അത്തരം പിന്നെ ആ വീട്ടുകാരുള്ള വീടുകൾ അത് നന്മയുടെ പഠന കേന്ദ്രങ്ങളായി, മദ്രസകളായി മാറും. യതഖറജു മിൻഹ അൽ മുസ്ലിമുൽ മുവഹിദ്, അതിൽ നിന്ന് മുവഹിദായ തൗഹീദ് ഉൾക്കൊണ്ട മുസ്ലിം പുറപ്പെടും എന്ന് പറയാൻ അങ്ങനത്തെ വീടുകളിൽ അങ്ങനെ നല്ല മനുഷ്യന്മാരുണ്ടാകും എന്നതാണ്. അമ്മ ഇതാ കാലത്ത് ഹാദിഹിൽ ബുയൂത്തു ഖാലിയത്തൻ മിൻ ദിക്രില്ലാഹ്, ഇനി ഈ വീടുകൾ അള്ളാഹുവിന്റെ സ്മരണ, അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് ഖാലി, മുക്തമായത് ആണ് എങ്കിൽ ആ വീട്ടുകാര് അജ്ഞതയിലായിരിക്കും ജീവിക്കുന്നത്, അന്ധതയിൽ, അജ്ഞതയിൽ. അവർ അശ്രദ്ധയിലായിരിക്കും ജീവിക്കുന്നത്. അവർ മരിച്ചവരെ പോലെ ആയിരിക്കും, ചത്തത് പോലെ ആയിരിക്കും. അപ്പോ വീടുകൾ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് മുക്തമായാൽ എന്തായിരിക്കും നിങ്ങളുടെ കാര്യം, അവസ്ഥ? അശ്ലീലമായിട്ടുള്ള ഫിലിമുകൾ, സിനിമകൾ, തിന്മയുടെ മാർഗങ്ങൾ അതിലേക്ക് വലിച്ചിടപ്പെട്ടാൽ ഇതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ടിവിയുടെ കാര്യം പറയുന്നത്. അപ്പോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാ മുക്കുമൂലകളിൽ നിന്നൊക്കെയുള്ള എല്ലാത്തരം തിന്മകളും, ഫസാദ്, ഹലാത്ത്, അശ്ലീലതകൾ, അതേപോലെ ധിക്കാര പ്രവർത്തികൾ, നിഷേധങ്ങൾ, ഇൽഹാദ് നിരീശ്വരവാദം, അതേപോലെ ഗൗരവതരമായിട്ടുള്ള വലിയ തിന്മകൾ, ഇതൊക്കെ ഈ ടിവിയിലൂടെ വീടുകളിലെത്തുന്നു എന്നതാണ്. ടിവിയുടെ ദോഷകരമായിട്ടുള്ള വശമാണ് പറയുന്നത്. പലപ്പോഴും ടി വി നന്മയിലേറെ തിന്മകൾക്ക് ഉപയോഗപ്പെടുത്തുന്നു എന്നതൊരു വാസ്തവമാണ്. അതാണ് ഇവിടെ പരാമർശിക്കുന്നത്. അപ്പോൾ ഇവിടെ ടിവിയെ ഷൈത്താന്റെ ഉപകരണം എന്നാണ് ഷെയ്ഖ് റഹിമഹുല്ല ഒരു ഷറഹ് എഴുതിയ ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഷൈത്താന്റെ ഉപകരണം മുഖേന വീട്ടിൽ ഇതെല്ലാം പ്രവേശിക്കുന്നു എന്ന്. അല്ലത് യൻസിബുഹു സ്വാഹിബുൽ ബൈത്തി, വീട്ടുകാരൻ തന്നെ സ്ഥാപിച്ച മാതാ യകൂനു ഫി ഹാദിഹിൽ ബുയൂത്ത്, മാതാ തകൂനു ഹാദിഹിൽ ബുയൂത്ത്, പിന്നെ ഈ വീടുകൾ എന്താകും? തകൂനു ബുയൂത്തൻ ലിശൈത്താൻ, ഷൈത്താനുള്ള വീടുകളായി മാറും. ഇത് ലാ തകൂനു മഖാബിറ ഫഖത്ത്, വെറും കബറുകളാകാൻ മാത്രമല്ല. കബറുകൾ എന്ന് പറയുമ്പോൾ അവിടെ ഒന്നുമില്ല എന്നുള്ളതല്ലേ, അമലൊന്നുമില്ലാന്ന്. ഇവിടെ അമലൊന്നുമില്ല എന്ന് മാത്രമല്ല, തിന്മകൾ അവിടെ വർദ്ധിക്കുകയും ചെയ്യും. ഇന്നമാ തകൂനു മആവീൽ ശൈത്താൻ. അപ്പോ ഇങ്ങനെ അശ്ലീല ഫിലിമുകളും വേണ്ടാത്ത സംഗതികളും ഒക്കെ ടി വിയിലൊക്കെ ഈ വീടുകളിൽ വെച്ച് കാണുമ്പോൾ ആ വീടുകൾ എന്തായി മാറും? ഷൈത്താന്റെ മആവി ആയി മാറും. ഷൈത്താന്റെ അഭയസ്ഥാനങ്ങൾ, വാസസ്ഥാനങ്ങൾ ആയി മാറും എന്നതാണ്. അല്ലാഹു ശരണം. സ്ത്രീകളിൽ നിന്നും കുട്ടികളിൽ നിന്നൊക്കെ ഷർറിന്റെ ആളുകൾ ആ വീട്ടിൽ നിന്ന് പുറപ്പെടും എന്ന് പറഞ്ഞാൽ ആ വീട്ടുകാർ അങ്ങനത്തെ ആൾക്കാരായി മാറും. യുസാഹിബുഹും അദമുൽ ഹയാഇ, അവർക്ക് ലജ്ജയില്ലായ്മ അവരുടെ ഭാഗമാകും. അദമുൽ ഗൈറത്തി,
അതേപോലെ ഗൈറത്ത് ഇല്ലായ്മ, ഹുബ്ബു ശിർരി, ഷർറ്, തിന്മ ഇഷ്ടപ്പെടുക എന്നത്. അതേപോലെ ഗൈറത്തില്ലായ്മ എന്ന് പറഞ്ഞാൽ ഈ അഭിമാനബോധം ഇല്ലായ്മ എന്നതാണ്. അതേപോലെ വൽഹിർസു അലാ തൻഫീദി മാ യറൗനഹു ഫി ഹാദിഹിൽ മബ്സൂസാത്തി മിനശ് ശുറൂർ. അതേപോലെ ഈ മബ്സൂസാത്ത് പറഞ്ഞാൽ ഈ ട്രാൻസ്മിഷൻസ്, ഈ പ്രക്ഷേപണങ്ങൾ, ടി വിയിൽ വരുന്ന പല പ്രക്ഷേപണങ്ങൾ, മോശമായിട്ടുള്ള പല പ്രക്ഷേപണങ്ങൾ, അത് കാണുന്നത്, അത് തൻഫീദ് ചെയ്യാൻ, അത് എക്സിക്യൂട്ട് ചെയ്യാൻ, അത് നടപ്പിൽ വരുത്താനുള്ള ഒരു വാഞ്ച, താല്പര്യം, അതിയായ താല്പര്യം അവരിൽ ജനിക്കും. അതായത് അതിൽ കാണുന്ന വേണ്ടാത്ത കാര്യങ്ങൾ അത് അതേപോലെ എക്സിക്യൂട്ട് ചെയ്യാൻ, അതുപോലെ നടത്താൻ, അതുപോലെ അത് മാതൃകയാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ത്വര ഉണ്ടാകുന്നതാണ്. ഫസാദിൽ അഖ്ലാഖി, ചീത്തയായിട്ടുള്ള സ്വഭാവങ്ങളും, ഫസാദിൽ ഉമുരി, ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ, അവരെ കാണുകയും സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്ന ഈ സംഗതികൾ എന്താകും, അതൊക്കെ അവര് ജീവിതത്തിൽ അതിനെ പകർത്തും, അത് അവര് അനുകരിക്കുകയും പകർത്തുകയും ചെയ്യും എന്നതാണ്. അങ്ങനെ അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നീ പറയുന്നത്. അവരുടെ ചാരിത്രം, ഇഫ്ഫത്ത്, അഖ്ലാഖ്, സ്വഭാവങ്ങൾ, അതിനൊക്കെ അത് സ്വാധീനിക്കും. നിസ്കാരത്തിൽ നിന്നൊക്കെ അവർ എന്താകും, മടിയുള്ളവരായി മാറും. മാത്രമല്ല, ഈ കാരണം ടി വി കാരണമായിട്ട്, ടി വിയിലുള്ള പ്രദർശനങ്ങൾ കാരണമായിട്ട് അവരുടെ നിസ്കാരം അതുകൊണ്ട് എന്നല്ല, നിസ്കാരം നഷ്ടപ്പെടുത്തുക വരെ ചെയ്യും. യഖൂലൂൻ, അവർ പറയും, ഹാദൽ ആലമുൽ മുതഹല്ലർ, ഇതാണ് ആധുനിക ലോകം. മുതഹല്ലിർ ഉൻദുറൂ ഇലൽ ആലമി മാദാ യഫ്അലൂൻ, നിങ്ങൾ ലോകത്തേക്ക് നോക്കൂ, അവരെന്താണ് ചെയ്യുന്നത്, ലോകം എന്താണ് ചെയ്യുന്നത്. ഹാദിഹി ഹിയൽ ഹാദ്, ഇതാണ് ജീവിതം. വഹാദിഹിൽ ഹദാറ, ഇതാണ് സംസ്കാരം. വഹാദാ ഹുവ റുഖി, ഇതാണ് പുരോഗതി. നഹ്നു മുസ്തഗിലൂന ബി ഉമൂരിൻ ബഗീദത്തിൻ അനിൽ ഹയാത്ത്, നമ്മളൊക്കെ ജീവിതത്തിൽ നിന്ന് കുറേ വിദൂരമായിട്ട് സംഗതികളിൽ വ്യാപൃതരായിരിക്കുകയാണ്. ഇങ്ങനെയൊന്നല്ല, നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നൊരു കാഴ്ചപ്പാട് ആളുകളിൽ ഉണ്ടായിത്തീരും, അത്തരം വീട്ടുകാരിൽ എന്നതാണ്. ഇനി രക്ഷിതാക്കളോട് പറയണേ, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിദുല്ലാ, അവർ വീട്ടുകാർ പറയും, ഹാദാ, ഇത് ഷിഅ്തും അം അബൈത്തും, നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, അയ്യുഹൽ ആബാ, അല്ലയോ രക്ഷിതാക്കളെ, പിതാക്കളെ, ഇതിൽ നിങ്ങളാണ് കാരണക്കാർ, നിങ്ങളാണ് കൊണ്ടേ സ്ഥാപിച്ചത്. അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. സുബ്ഹാനഹു വ തആല യൗമുൽ ഖിയാമ, ഖിയാമ നാളിൽ അള്ളാഹു ഖാലക്കും, അള്ളാഹു നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലേ സത്യവിശ്വാസികളെ, ഖൂ, നിങ്ങൾ കാത്തുകൊള്ളണേ, അംഫുസക്കും, നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെ, സ്വന്തം നഫ്സുകളെ, വഅഹ്ലീക്കും, നിങ്ങളുടെ കുടുംബത്തെയും, നാറ, നരകത്തെ തൊട്ട്, വഖൂദുഹ, ആ നരകത്തിലെ വിറക്, അന്നാസു, മനുഷ്യരാണ്, വൽ ഹിജാറ, കല്ലുകളുമാണ്, അൻതും മാ വഖൈതും അംഫുസക്കും, അപ്പോ എന്താണ്, നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളെ സൂക്ഷിച്ചില്ല, വലാ വഖൈതും അഹ്ലീക്കും മിനൻ നാർ, അതേപോലെ നിങ്ങളുടെ വീട്ടുകാരെയും നിങ്ങൾ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിച്ചില്ല. ബൽ ജലബതുമുൻ നാറ ഇലാ ബുയൂത്തിക്കും, പക്ഷെ നിങ്ങൾ എന്താ ചെയ്തത്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് തീ, നരകം വലിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത് ആ ടി വി സ്ഥാപിച്ചതിലൂടെ. അപ്പൊ ടി വി സ്ഥാപിക്കാൻ തീരെ പാടില്ല എന്നുള്ളതല്ല ഇവിടെ പൊതുവെ നമ്മൾ കാണുന്നത്. എന്താണ്, ടി വി കാരണം ടി വിയിലുള്ള നന്മകളല്ല പലപ്പോഴും കാണുന്നത്. അത് വാർത്ത കാണാനാണ്, നല്ലത് പഠിക്കാനെന്നൊക്കെ പറയുമെങ്കിലും പലപ്പോഴും കൂടുതലായിട്ടും കാണുന്നത് വെറും വൃഥാ വിനോദങ്ങളാണ്. നമ്മുടെ സമയം കൊല്ലികളായിട്ടുള്ള കുറേ വിനോദങ്ങൾ, സീരിയലുകൾ, അതേപോലെ മോശമായിട്ടുള്ള ആണും പെണ്ണും ഒക്കെ ഇട്ട് കലർന്നുകൊണ്ടുള്ള പല നൃത്തങ്ങൾ, മറ്റ് ഹറാമായിട്ടുള്ള പല സംഗതികളുമാണ് ടി വിയിലൂടെ കാണുന്നത്. അത് നമുക്ക് നരകത്തിലേക്ക് നമ്മെ നയിക്കാനുള്ള കാര്യങ്ങൾ ആണ് എന്നതാണ് ഇവിടെ പറഞ്ഞതിന്റെ ചുരുക്കം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തജഅലൂ ബുയൂതകും ഖുബൂറാ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബറുകളാക്കരുത്. വഅമറകും ബിൽ ഇനായതി ബിൽ ബുയൂത്ത്, അവിടുന്ന് നിങ്ങളുടെ വീടുകൾ ശ്രദ്ധിക്കാൻ കൽപ്പിച്ചു. ബി അൻ തഅമുറുഹാ ബിത്വാഅത്തില്ലാഹ്,
അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് അതിനെ പരിപാലിക്കാൻ, വീടുകൾ വെച്ചിട്ട് അള്ളാഹു ദിക്ർ ചെയ്യാനൊക്കെ. وأخبر صلى الله عليه وسلم അറിയിച്ചു أن الشيطان يفر من البيت الذي تقرأ فيه سورة البقرة. സൂറത്തുൽ ബഖറ ഓതപ്പെടുന്ന, പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് ഷൈത്താൻ ഓടി അകലുമെന്ന്. അപ്പൊ സൂറത്തുൽ ബഖറ ഓതുക വീട്ടിൽ വെച്ചിട്ട്. വഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നഹാ ലാ തതീഖുഹാ അൽ ബത്വല, ബത്തല അതായത് ഷൈത്താൻമാർ, അതിന് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഷൈത്താന് സൂറത്തുൽ ബഖറ കേൾക്കാനാവില്ല. അതുകൊണ്ട് സൂറത്തുൽ ബഖറ ഓതപ്പെടുന്ന, പാരായണം ചെയ്യപ്പെടുന്ന വീടുകളിൽ നിന്ന് ഷൈത്താൻ ഓടി അകലുമെന്നാണ്. സൂറത്തുൽ ബഖറ കേൾക്കാൻ ഷൈത്താൻ തോക്കത്തില്ല എന്നതാണ്. അതിനാൽ നിങ്ങളുടെ വീടുകളുടെ കാര്യത്തിൽ നിങ്ങൾ ഉണരുക, നിങ്ങൾ ശ്രദ്ധിക്കുക, ശ്രദ്ധാലുക്കളാകുക എന്ന്. കമാ അന്ന ഫിൽ ഹദീസി, ഇതുപോലെ ഹദീസിലുള്ളതുപോലെ അൽ ഹസ്സ അലാ ഇമാറത്തിൽ ബുയൂതി ബിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് വീടുകളെ പരിപാലിക്കുക എന്നത്. അന്നഹി, അതിലുള്ളതുപോലെ തന്നെ അന്നഹി അനിസ് സ്വലാത്തി ഇൻദൽ ഖുബൂർ, അതേപോലെ ഖബറുകളുടെ അടുത്ത് വെച്ച് നിസ്കാരത്തിലുള്ള നിരോധനം ഈ ഹദീസിലുണ്ട്. മിൻ മഫ്ഹൂമിൽ ഹദീസ്, അത് ഈ ഹദീസിന്റെ മഫ്ഹൂമാണ്, ഹദീസിന്റെ വ്യംഗ്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. കാരണം ഇവിടെ എന്താണ്, നിസ്കരിക്കപ്പെടാത്ത സ്ഥലമാണ് ഖബർ. അതാണ് ലാ തജ്അലു ബുയൂതക്കും ഖുബൂറ എന്ന് പറഞ്ഞത്. നിങ്ങളുടെ വീടുകളെ ഖബറുകളാക്കരുത്, കാരണം വീട്ടിൽ നിസ്കാരം ഒഴിവാക്കരുത്, സുന്നത്ത് നിസ്കാരമൊക്കെ ഇടക്ക് വീട്ടിൽ നിസ്കരിക്കുക എന്നതാണ്. അപ്പോ സുന്നത്ത് നിസ്കാരം, ഫർദ് നിസ്കാരം എല്ലാ പള്ളിയിലായി കഴിഞ്ഞാൽ വീട്ടിൽ നിസ്കാരം ഇല്ലാതെയാവും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വീടിനെ ഖബറുകളാക്കരുത്. ഖബറുകൾ നിസ്കരിക്കുന്ന സ്ഥലമല്ലല്ലോ, ഖബറിൽ നിസ്കരിക്കാൻ പറ്റില്ല എന്നതിന്റെ അർത്ഥം അതിന് മനസ്സിലാക്കാം. ഖബറിന് പിന്നെ അഭിമുഖമായിക്കൊണ്ട് നിസ്കരിക്കാൻ പാടില്ല, ഖബറിന് ലക്ഷ്യമാക്കിയിട്ട് നിസ്കരിക്കാൻ പാടില്ല. അതൊക്കെ വേറെയും ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ട്. ഫൽ ബൈത്തുല്ലദീ ലാ യുസല്ലാ ഫീഹി നാഫില, അപ്പോ അതിന് മുമ്പ് ലിഅന്നല്ലദീ ലാ യുസല്ലാ ഇൻദഹു ഹുവൽ ഖബർ, നിസ്കരിക്കപ്പെടാത്ത സ്ഥലം എന്ന് പറയുന്നത് ഖബറാണ്. ഫൽ ബൈത്തുല്ലദീ ലാ യുസല്ലാ ഫീഹാ നാഫില, നഫിൽ നിസ്കാരം നിർവഹിക്കപ്പെടാത്ത വീട് എന്ന് പറയും. വലാ യുഖറഉ ഫീഹി ഖുർആൻ, ഖുർആൻ ഓതപ്പെടാത്തത് വീട്. വലാ യുദ്ആ ഫീഹി, അതേപോലെ ദുആ ചെയ്യപ്പെടാത്ത സ്ഥലം, അത് അങ്ങനത്തെ വീടാണെങ്കിൽ അത് സ്വാറ മിസ്ലുൽ ഖബർ, അത് ഖബർ പോലെയാണ്. ലിഅന്നഹു മംനൂഉൻ മിനസ് സ്വലാത്തി ഇൻദഹു, കാരണം ഖബറിന്റെ അടുത്തുള്ള നിസ്കാരം തടയപ്പെട്ടതാണ്. നിസ്കാരം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഖബറിന്റെ അടുത്ത് വെച്ച് നിസ്കരിക്കാം, അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഖബറിന്റെ അടുത്ത് നിസ്കരിച്ചാൽ, അല്ലെങ്കിൽ മഹാന്മാരുടെ ഖബറിന്റെ അടുത്ത് നിസ്കരിച്ചാൽ പ്രത്യേക പുണ്യം എന്നുള്ള ആൾക്ക് നിസ്കരിക്കാം. ഇനി അങ്ങനെ കരുതിയിട്ടില്ലെങ്കിലും ആ ഖബറിന്റെ തവജ്ജുദ് ആക്കിയിട്ട് നിസ്കരിക്കാം, ഖബറിന്റെ അടുത്ത് നിസ്കരിക്കാൻ പാടില്ല. ദുആ ഇൻദഹു, ഖബറിന്റെ അടുത്ത് ദുആയും പാടില്ല എന്ന് പറഞ്ഞാൽ ഖബറിന്റെ അടുത്ത് ഖബറായിക്ക് വേണ്ടി ദുആ ചെയ്യാം, അതല്ലാതെ ഒരു മഹാന്റെ ഖബറിന്റെ അടുത്ത് പ്രത്യേകം തബറക്കുണ്ട്, ബറക്കത്തുണ്ട് എന്ന നിലക്ക് അവിടുന്ന് അള്ളാഹുവിനോടാണെങ്കിൽ പോലും ദുആ ചെയ്യാൻ പറ്റില്ല. ഫൽ ഹദീസ് യദുല്ലു ബിമഫ്ഹൂമിഹി, അപ്പൊ ഹദീസിന്റെ മഫ്ഹൂം അത് തെളിയിക്കുന്നു. എന്താണ്? അലാ മൻഇ സ്വലാത്തി ഇൻദൽ ഖബർ, ഖബറിന്റെ അടുത്തുള്ള നിസ്കാരം. വമൻ ദുആ ഇൻദൽ ഖുബൂർ, ഖബറുകളുടെ അടുത്തുള്ള ദുആ. അതായത് ഖബറിന്റെ അടുത്ത് ദുആ ചെയ്താൽ പ്രത്യേക പുണ്യമുണ്ട് എന്ന നിലക്ക് പിന്നെ നമ്മുടെ കാര്യങ്ങൾ മഹാന്മാരുടെ ഖബറിന്റെ അടുത്ത് പോയിട്ട് അള്ളാഹുവിനോട് പറയാം. പിന്നെ അവരോട് നേരിട്ട് പറയണമെങ്കിൽ പിന്നെ അത് ഷിർക്കാണ്, അതല്ലെങ്കിൽ വസീലത്ത് ഷിർക്ക്, ഷിർക്കിലേക്കുള്ള വഴിയാണ്. അപ്പോ നിയമവിധേയമാക്കപ്പെട്ട ഷറ അനുവദിച്ചിട്ടുള്ള സമാനിയായ കാലവുമായി ബന്ധപ്പെട്ട ഈദ് എന്നത് ഈദുൽ ഫിത്ർ. ഈദുൽ ഫിത്റാണ് ചെറിയ പെരുന്നാൾ, ഈദുൽ അദ്ഹ വലിയ പെരുന്നാൾ. ഹാദിഹി അഅയാദുൽ ഇസ്ലാമിൽ മഷ്റൂഅ, ഇത് ഇസ്ലാമിലെ ഷറഅാക്കപ്പെട്ട ഈദുകളാണ്, പെരുന്നാളുകളാണ്. വൽ ഈദു സമാനിയു അൽ മംനൂ, തടയപ്പെട്ട അല്ലെങ്കിൽ വിലക്കപ്പെട്ട കാലവുമായി ബന്ധപ്പെട്ട ഈദ് എന്ന് പറയുന്നത് അഅയാദുൽ മവാലിദ്, മൗലിദിന്റെ ആഘോഷങ്ങളാണ്. ഫഹിയൽ ഔല അഅയാദുൽ സമാനിയത്തുൽ മുഹറമത്ത്, അത് നിരോധിക്കപ്പെട്ട കാലവുമായി ബന്ധപ്പെട്ട ഈദുകളാണ്, ഉത്സവങ്ങളാണ്. വഅഅയാദുൽ ജാഹിലിയ്യത്തിൽ ലതി കാനു യഅമലൂനഹ ഫിൽ ജാഹിലിയ്യ, ജാഹിലിയ്യ കാലത്ത് അവർ ചെയ്തിരുന്ന ചില ഉത്സവങ്ങൾ, കൊണ്ടാടിയിരുന്ന ചില ആഘോഷങ്ങൾ, അതൊക്കെ അതിന് ചില ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ട്, അത് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. വമിസ്ലുഹു കുല്ലു ഈദിൻ ഫഅലഹു ബഅദുൽ മുസ്ലിമീന അവൽ മുൻതസിബീന ലിൽ ഇസ്ലാം, അതുപോലത്തെ ചില കാര്യങ്ങൾ, ഈദ് ആഘോഷങ്ങൾ ചില മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ഇസ്ലാമിലേക്ക് ചേർക്കപ്പെട്ട് പറയുന്ന, അതായത് മുസ്ലിങ്ങളാണ് ജൽപ്പിക്കുന്ന ചിലര് പ്രവർത്തിക്കുന്നുണ്ട്, അത്തരം ആഘോഷങ്ങൾ കൊണ്ടാടുന്നുണ്ട്. ഇമ്മാലം യശറഅഹു അല്ലാഹു, അല്ലാഹു നിയമമാക്കിയിട്ടില്ലാത്ത
ഈദിൽ മൗലിദി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈദ് മിലാദ് നബിദിനാഘോഷം കൊണ്ടാടുന്നത് പോലെ, അവൽ മൗലിദിൽ ഷെയ്ഖ് ഒരു ഷെയ്ഖിന്റെ ജന്മദിനാഘോഷം, അവൽ മവാലിദി ലിൽ ഉലമ അല്ലെങ്കിൽ മഹാന്മാരുടെ അല്ലെങ്കിൽ വലിയ ആളുകളുടെ ജന്മദിനാഘോഷങ്ങൾ, ഔലിയ കാര്യം അതല്ലെങ്കിൽ അതല്ലാത്ത വേറെ ചില കാര്യങ്ങൾ അതല്ലാത്ത അതുപോലത്തെ കുല്ലു ഹാദിഹി അഅയാദുൻ ജാഹിലിയ്യ, ഇതൊക്കെ ജാഹിലിയ്യ ആയിട്ടുള്ള ഈദുകളാണ്, ഇസ്ലാമിന് അന്യമായിട്ടുള്ള ഈദുകളാണ്, പെരുന്നാളുകളാണ്, ആഘോഷങ്ങളാണ്. വഹിയ അഅയാദുൻ സമാനിയത്തുൻ ജാഹിലിയ്യത്തുൻ, ഇത് ജാഹിലിയ്യ ആയിട്ടുള്ള കാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈദുകൾ ആണ് എന്നർത്ഥം. ലാ യജൂസു അമലുഹ, അത് പ്രവർത്തിക്കൽ, അത് ആ ആഘോഷം കൊണ്ടാടൽ അനുവദനീയമല്ല. അമ്മൽ അഅയാദുൽ മക്കാനിയ, ഇനി മക്കാനിയായിട്ടുള്ള സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈദുകൾ എന്ന് പറഞ്ഞാൽ ഉത്സവങ്ങൾ, ഫഹിയ ഐളൻ തൻഖസിമു ഇലാ ഖിസ്മൈൻ, അതും രണ്ട് വിഭാഗങ്ങളുണ്ട്. അഅയാദുൻ ശർഇയ്യത്തുൻ, ശറഅ അനുവദിച്ചിട്ടുള്ള ഈദുകൾ, വഅഅയാദുൻ മുഹറമത്തുൻ നിരോധിക്കപ്പെട്ട ഹറാമായിട്ടുള്ള ഈദുകൾ. ഫൽ അഅയാദു ശർഇയ്യത്തു, അപ്പോൾ ശറഅ അനുവദിച്ചിട്ടുള്ള ഈദുകൾ എന്ന് പറയുന്നത് മിസ്ലുൽ ഇജ്തിമാഇ ഫിൽ മസാജിദ് ഫിൽ യൗമി വൽ ലൈലത്തി 5 മർറാത്ത്, മസ്ജിദുകളിൽ ഒരു ദിവസം 5 തവണ 5 രാത്രിയും 5 പകലും ഒരുമിച്ച് കൂടൽ ജമാഅത്ത് നിസ്കാരത്തിന്. ഫഹാദ ഈദുൻ മക്കാനിയൻ മശ്റൂൻ, ഇത് സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശറഅക്കപ്പെട്ടുള്ള നിയമവിധേയമാക്കപ്പെട്ടിട്ടുള്ള ഈദ് ആണ്. കദാലിക ലിജ്തിമാഉ ഫിൽ ഉസ്ബൂഇ സ്വലാത്തുൽ ജുമുഅ, അപ്രകാരം തന്നെ ഒരു ആഴ്ചയിൽ ജുമാ നമസ്കാരത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടൽ. ഹാദാ ഈദുൽ ഉസ്ബൂഇ, ഇത് ഈദ് ഉസ്ബൂഇന്റെ ഈദാണ്, ഒരു വീക്കെൻഡ് ആയിട്ടുള്ള ഒരു ആഴ്ചയിലുള്ള ഈദ് മക്കാനിയൻ, ഇത് മക്കാനിയായിട്ടുള്ള മക്കാനായിട്ട് ബന്ധപ്പെട്ടതാണ്, സ്ഥലവുമായി ബന്ധപ്പെട്ട്, കാരണം മസ്ജിദിലെ നടത്താൻ പറ്റുള്ളൂ. കദാലിക മിനൽ അഅയാദിൽ മക്കാനിയത്തിൽ അൽ മശാഇർ, അപ്രകാരം തന്നെ സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള ഈദുകൾ ഉത്സവങ്ങളാണ് അൽ മശാഇർ മഷ്അറുകൾ, അൽ മസ്ജിദുൽ ഹറാം വമിന വഅറഫ വമുസ്ദലിഫ, ഇവയൊക്കെ അല്ലത്തി യജ്തമിഉ ഫീഹാ അൽ മുസ്ലിമൂൻ, അവയൊക്കെ മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടുന്നു അയ്യാമൽ ഹജ്ജ്, ഹജ്ജിന്റെ ദിവസങ്ങളിൽ, ലി അദായിൽ മനാസിക്കി, നുസുക്കുകൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട്. അത് അത്തരത്തിലുള്ളതാണ്. അല്ലത്തി യജ്തമിഉ ഫീഹാ അൽ മുസ്ലിമൂൻ അയ്യാമൽ ഹജ്ജ് ലി അദായിൽ മനാസിക്, മനാസിക് ഹജ്ജിന്റെ കർമ്മങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഇടങ്ങൾ. ഹാദിഹി അഅയാദുൻ ഇസ്ലാമിയ്യത്തുൻ മക്കാനിയത്തുൻ, ഇത് മക്കാനിയായിട്ടുള്ള ഇസ്ലാമിന്റെ അഅയാദ് ഈദുകൾ ആണ്, പെരുന്നാളുകളാണ്. അമ്മൽ അഅയാദുൽ മക്കാനിയത്തുൽ മുഹറമത്തു, ഇനി നിരോധിക്കപ്പെട്ടിട്ടുള്ള സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, ഈദുകൾ എന്നത് ഫഹിയ അൽ ഇജ്തിമാഉ ഇൻദൽ ഖുബൂർ, ഖബറുകളുടെ അടുത്ത് ഒരുമിച്ച് കൂടാ, സവാഉൻ ഖബറു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ ഖബറു ഗൈരിഹി, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറാണെങ്കിലും അല്ലാത്തവരുടെ ഖബറാണെങ്കിലും, വസ്സഫറു ഇലൽ ഖുബൂർ, ഖബറുകളിലേക്ക് യാത്ര ചെയ്യാം, ദർഗകളിലേക്കും കെട്ടിപ്പൊക്കിയ ഖബറുകളിലേക്കൊക്കെ യാത്ര ചെയ്യാം. വത്തറദ്ദുദു അലൽ ഖുബൂരി മിൻ അജ്ലി ദുആഇ ഇൻദഹ, അതേപോലെ ഖബറിന്റെ അടുത്തേക്ക് അവിടെ അടിക്കടി ചെല്ലുക, അവിടെ ചെന്ന് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്, അവിടെ ചെന്നിട്ട് തൻ്റെ സ്വന്തം കാര്യം അള്ളാഹുവിനോട് പറഞ്ഞാൽ സ്വാലിഹായ മനുഷ്യന്റെ ഖബറിന്റെ അടുത്താവുമ്പോൾ അതിന് പ്രത്യേക ബറക്കത്തുണ്ട് എന്ന ഉദ്ദേശത്തിലൊക്കെ. സ്വലാത്തി ഇൻദഹ, അതേപോലെ ആ ഖബറിന്റെ അടുത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്, വലിഹാദാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇക്കാരണത്താൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജഅലു ഖബരി ഈദ, നിങ്ങൾ എൻ്റെ ഖബറിനെ ഈദാക്കരുത്, ഐ മക്കാനൻ ലിൽ ഇബാദ, ഇബാദത്തിനുള്ള സ്ഥലമാക്കരുത്. തുസല്ലൂന ഇൻദഹ, നിങ്ങൾ അവിടെ നിസ്കരിക്കുക, വത്തദഊന ഇൻദ, അതിൻ്റെ അടുത്ത് ദുആ ചെയ്യുക, അതായത് അവിടെ ചെന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ നബിയുടെ ഖബർ ഷരീഫിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകമായ പുണ്യമുണ്ട് എന്ന നിലക്ക് അത് ചെയ്യുക, അത് പാടില്ല. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം ചൊല്ലുക, അതൊരു ദുആണ്, ആ ദുആ പാടില്ല എന്നല്ല. അതുപോലെ മരിച്ചുപോയ ഒരാളുടെ ഖബർ സന്ദർശിക്കുമ്പോൾ ആ ഖബറാളിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാം, അതൊക്കെ ശറഅക്കപ്പെട്ടതാണ്. അപ്പോ ഇത് തൗഹീദ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത കാര്യമാണെന്നതാണ്. ഫീഹി ഷാഹിദ്, അപ്പോൾ അതൊരു തെളിവുണ്ട് ലിൽ ബാബ്, ഈ അധ്യായത്തിൽ, മിൻ ഹൈഥു ഇന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ ഇത്തിഖാദി ഖബ്രിഹി ഈദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖബർ ഈദാക്കൽ നിരോധിച്ചു എന്ന നിലക്ക്, അതായത് മക്കാനി ഇജ്തമഉ
ഇബാദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഇബാദത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടപ്പെടുന്നു സ്ഥലം എന്ന നിലക്ക്. ഫൽ അയാദത്തു ലാ തുശറഉ ഇൻദൽ ഖുബൂർ. അപ്പോൾ ഇബാദത്ത് ഫൽ ഇബാദത്തു ലാ തുശറഉ ഇൻദൽ ഖുബൂർ. അപ്പോൾ ഇബാദത്ത് ഖബറുകളുടെ അടുത്ത് ഷറാക്കപ്പെട്ടതല്ല. അവിടെ ചെന്നിങ്ങനെ കുറേ സമയം ചെലവഴിക്കുക എന്നത് അനുവദനീയമല്ല. ഖബറുകൾ ഇരിക്കപ്പെടുന്ന സ്ഥാനാവരുത് എന്ന് ഫ്ലാസിന് പറഞ്ഞിട്ടുണ്ട്. അവിടെ കുഴുത് പാടില്ല എന്ന്. അപ്പോൾ ഖബർ സന്ദർശിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ചെന്ന് ഖബറാളിക്ക് വേണ്ടി ഷറാക്കപ്പെട്ടിട്ടുള്ള ദുആ ചെയ്യുക, സലാം ചൊല്ലുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അതല്ലാതെ അവിടെ നിസ്കാരത്തിൻ്റെയും അവിടെ ഇഅ്തികാഫിൻ്റെയും അവിടെ തവാഫിൻ്റെയും ഒരു കേന്ദ്രം ആവാൻ പാടില്ല. പല ദർഗകളിലും ആ ദർഗകളെ ആളുകൾ വന്ന് തവാഫൊക്കെ ചെയ്യുന്ന കാണാം. അതേപോലെ അവിടെ പലതും നേർച്ച അർപ്പിക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും പാടില്ല എന്നതാണ്. അപ്പോൾ ഇബാദത്ത് എന്നത് ഖബറുകളുടെ അടുത്ത് ഷറാക്കപ്പെട്ടതല്ല. ലാ ഖുബൂരിൽ അംബിയാ റസൂൽ, അംബിയാ മുസ്ലിങ്ങളുടെ ഖബറുകളുടെ അടുത്തും ഷറാക്കപ്പെട്ടതല്ല. വലാ ഖുബൂരി ഗൈരിഹിം മിനൽ ഔലിയാഇ സ്വാലിഹീൻ അബദ. അതപ്രകാരം തന്നെ അവരല്ലാത്ത അംബിയാക്കളല്ലാത്ത ഔലിയാക്കൾ സ്വാലിഹീങ്ങളുടെ ഖബറുകളുടെ അടുത്തും പറ്റില്ല. അത് ഇബാദത്താക്കാൻ പറ്റുന്ന സ്ഥലം അല്ല. ഫൽ മഖാബിറു ലൈസത് മഹല്ലൻ ഇബാദ. മഖബറകൾ എന്ന് പറയുന്നത്, ഖബർസ്ഥാൻ എന്ന് പറയുന്നത് അത് ഇബാദത്തിനുള്ള ഒരു സ്ഥലം അല്ല. ഔ വഖഫ ഇൻദഹാ ലിതബറുകി ഫമൻ തറദ്ദദ അലൈഹ വജലസ ഇൻദഹാ വഖഫ ഇൻദഹാ ലിതബറുകി ബിഹാ. അപ്പോൾ ആരെങ്കിലും ഖബറിൻ്റെ അടുത്ത് ഇങ്ങനെ അടിക്കടി വന്നുകൊണ്ടിരിക്കുകയും ഖബറിൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ ഇരിക്കുകയും അതേപോലെ ബറക്കത്ത് എടുക്കാൻ വേണ്ടിയിട്ട് അതിനടുത്ത് നിൽക്കുകയും ഔ ലിദ്ദുആ ഇൻദഹാ, ഖബറിൻ്റെ അടുത്ത് വെച്ചിട്ട് ദുആ ചെയ്യാം, അവിടെ വെച്ച് അള്ളാഹുവിനോട് സ്വന്തം കാര്യം പറയാന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് അധികം പ്രത്യേകത ഉണ്ട്, ബറക്കത്തുണ്ട് എന്ന നിലക്ക്, ജാപത്തിന് കൂടുതൽ സാധ്യതയുണ്ട് എന്ന നിലക്ക് ചെയ്യാം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ദുആ. ഔ ലിസ്വലാത്തി ഇൻദഹാ, അല്ലെങ്കിൽ അതിൻ്റെ നിസ്കരിക്കാം. ഖബറിൻ്റെ അടുത്ത് നിസ്കരിക്കാൻ പറ്റില്ല. ഖബർ ഉള്ള മസ്ജിദിൻ്റെ അകത്ത് ഖബറുണ്ടാകാൻ പാടില്ല. ചില പള്ളികളുണ്ട്, പക്ഷെ അത് പാടില്ല. ആ ഖബറിനെ തവജ്ജുഹാക്കിയിട്ട് അഭിമുഖമാക്കിയിട്ട് നിസ്കരിക്കാൻ പറ്റില്ല. ഔ സാഫറ ഇലൈഹാ ഫഖദ് ഇത്തഖദഹ ഈദൻ ജാഹിലിയൻ വഈദൻ മുഹറമൻ. അല്ലെങ്കിൽ എന്താണ്, ഖബറിൻ്റെ അടുത്തേക്ക് യാത്ര ആചരിച്ചു, സിയാറത്ത് ടൂർ എന്ന നിലക്കോ മറ്റൊക്കെ ആയിട്ട് അങ്ങനെ ഖബറുകളെ ലക്ഷ്യമാക്കിയിട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. ഒരു വഴിക്ക് പോകുമ്പോൾ എന്ത് ചെയ്യാം, അവിടെ പിന്നെ ഖബറുകൾ ഉണ്ടെങ്കിൽ ആ ഖബറുകൾ സന്ദർശിക്കാം, സലാം ചെല്ലാം, അതിന് യാതൊരു പ്രശ്നമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ പോകുമ്പോഴും എന്താണ് അവിടെ നിയത്താക്കേണ്ടത് മസ്ജിദുൻ നബവിയിലേക്ക് പോവുക. അവിടുന്ന് കഴിഞ്ഞിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന് പോകും എന്ന് കരുതാം. അത് നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ, അതൊന്നും പ്രശ്നമില്ല. അതൊക്കെ ഫത്വകൾ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. ഇനി അപ്പോൾ ഈ രൂപത്തിലൊക്കെ ചെയ്താൽ എന്താണ്, ഖബറിൻ്റെ അടുത്ത് ചെന്നിട്ട് അത് ഇടക്കിടക്ക് അടിക്കടിക്ക് അവിടെ പോവുക, അവിടെ ബറക്കത്തിന് എന്ന നിലക്ക് പോവുക, അവിടെ ബറക്കത്തെടുക്കുക, പിന്നെ അവിടെ ചെന്ന് ദുആ ചെയ്താൽ, അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അത് പ്രത്യേകം സ്വീകാര്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുക. ഇതൊക്കെ എന്താണ്, അതൊക്കെ ഖബറിനെ ഈദാക്കുന്നതിലാണ്, നിരോധിക്കപ്പെട്ട ഈദാക്കുന്നതിൻ്റെ പരിധിയിൽ അതൊക്കെ വരും. അങ്ങനെ ഇടക്കിടക്ക് ചെയ്യുന്നതൊക്കെ വലിഹാദ ലമ്മ ജാഅ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്അലുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം ചോദിച്ചുകൊണ്ട് ഒരു വ്യക്തി വന്നപ്പോൾ, കാരണത്താൽ നബിയുടെ അടുത്തൊരു വ്യക്തി വന്നപ്പോൾ എങ്ങനെ വന്നു, യസ്അലുഹു ബിഅന്നഹു, എന്ത് ചോദിച്ചുകൊണ്ട്, ബിഅന്നഹു നദറ അൻ യൻഹറ ഇബ്നൻ ബിബുവാന, ഇസ്മുക്കാൻ സ്ഥലത്തിന് പേരാണ് ബുവാന. ബുവാന എന്ന സ്ഥലത്ത് ഒരു ഒട്ടകത്തെ അറക്കാൻ വേണ്ടിയിട്ട് അയാൾ നേർച്ചയാക്കിയിട്ടുണ്ടെന്നാണ് സ്വഹാബി പറഞ്ഞത് നബിയോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഹൽ കാന ഫീഹാ വസനുൻ മിൻ ഔസാനി ജാഹിലിയത്തി യുഅബദ്, ജാഹിലിയ അജ്ഞാന കാലഘട്ടത്തിലെ ആരാധിക്കപ്പെടുന്ന ബിംബങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ബിംബം അവിടെ ഉണ്ടായിരുന്നോ എന്നാണ്. അപ്പുണ്ടാന്നല്ല, ഉണ്ടായിരുന്നോ, അപ്പുണ്ടെങ്കിൽ എന്തായാലും പറ്റില്ലല്ലോ. അപ്പൊ മുമ്പ് ഉണ്ടായിരുന്നൊരു സ്ഥലമാണോ? ഖാലു ലാ, ഇല്ല എന്നത്. ഹൽ കാന ഫീഹാ ഈദുൻ മിൻ അയ്യാദിഹിം, അവരുടെ ഈദുകളിൽപ്പെട്ട ഒരു ഈദ് അവിടെ ഉണ്ടായിരുന്നോ? ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകൾ ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു എന്നതാണ്. ഖാലു, അപ്പോൾ അവർ പറഞ്ഞു ലാ, അല്ല എന്ന് പറഞ്ഞു സഹബാക്കൾ.
കാല അപ്പൊ അദ്ദേഹത്തോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഊഫി ബിനദ്രിക, അപ്പൊ നീ എന്ത് ചെയ്തോ, നിന്റെ നേർച്ച പൂർത്തീകരിച്ചോ, കുഴപ്പമില്ല. അവിടെ ഒരു ഒട്ടകത്തറക്ക നേർച്ചയാക്കിയതാണ്, അപ്പൊ അത് കുഴപ്പമില്ലാത്ത നേർച്ചയാണ്. കാരണം അള്ളാഹുവിന് പാപകരമായിട്ടുള്ള ധിക്കരിക്കുന്ന വിഷയത്തിൽ, പാപം ചെയ്യുന്ന വിഷയത്തിൽ നേർച്ച പൂർത്തീകരണം ഇല്ല. വലാ ഫീമാലായം ഇബ്നു ആദം, മനുഷ്യ സന്തതി, മനുഷ്യർ ഉടമപ്പെടുത്താത്ത കാര്യത്തിലും നേർച്ച ബാധകമല്ല. ഷാഹിദ് മിൻഹ, അപ്പൊ ഇതിൽ ഹദീസിൽ നിന്നുള്ള തെളിവ് എന്ന് പറയുന്നത് അന്നഹു ഖാല, അങ്ങനെ ചോദിച്ചു, ഹൽ കാന ഫിഹാ ഈദും മിൻ അയാദിഹിം, അവരുടെ ഉത്സവങ്ങളിൽപ്പെട്ട ഉത്സവം വലുതുണ്ടായിരുന്നോ എന്ന്. യാനി ഉദ്ദേശിക്കുന്നത് ഹൽ ഹാദൽ മക്കാനു അല്ലദീ ഖസ്സസ്തഹു, നീ താങ്കൾ ഈ പറഞ്ഞ പ്രത്യേകമാക്കി സ്ഥലം, ഈ പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ ബുവാന എന്ന് പറഞ്ഞത്, അത് കാന അൽ ജാഹിലൂന യഹുസ്സൂനഹു, ജാഹിലിയ കാലഘട്ടത്തിൽ, അജ്ഞാന കാലഘട്ടത്തിലെ മുശ്രിക്കുകൾ അതിനെ പ്രത്യേകമായി കണ്ടിരുന്നോ, ഒരു പ്രത്യേക സ്ഥലമായിട്ട് കണ്ടിരുന്നോ. അപ്പൊ ദല്ലാല, അപ്പൊ ആ ചോദ്യം അത് അറിയിക്കുന്നു അന്ന തജ്സീസ് മക്കാനിൽ ഇബാദത്തി ലം യുഖസ്സിസ്ഹു അല്ലാഹു വലാ റസൂലുഹു, അള്ളാഹുവും റസൂലും പ്രത്യേകമാക്കാത്ത ഒരു സ്ഥലം ഇബാദത്തിന് പ്രത്യേകമാക്കുക എന്നത്, ഇന്ന ആ സ്ഥലത്ത് പോയിട്ട് ഇബാദത്ത് ചെയ്താൽ പ്രത്യേകിച്ച് കൂലിയുണ്ട് എന്ന് നിലക്ക് ചെയ്യുന്നത് എന്താണ്, അത് അന്നഹു മിൻ അയാദിൽ ജാഹിലിയ, ആ ജാഹിലിയ ആഘോഷങ്ങളിൽപ്പെട്ടതാണ്, ജാഹിലിയ ഈദുകളിൽപ്പെട്ടതാണ്. ലാ തജൂസുൽ ഇബാദത്തു ഫിഹി അബദ, അങ്ങനെയുള്ള സ്ഥലത്ത് ഒരിക്കലും ഇബാദത്ത് അനുവദനീയമല്ല. മിൻ ദാലികത്തിൽപ്പെട്ട ഖുബൂർ, ഖബറുകൾ, ഫത്തറദ്ദുദു അലൈഹ, അപ്പൊ ഖബറിന്റെ അടുത്ത് അടിക്കടി പോകുക എന്നത്, വൽ ജുലൂസു ഇൻദഹാ മിൻ അജ്ലി തബറുകി ബിതുർബത്തിഹ, ആ ഖബറിന്റെ മണ്ണിന്റെ ബറക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ സമയം ഇരിക്കുക എന്നത്, ഔ മിൻ അജ്ലി ദുആ ഇൻദഹാ, അല്ലെങ്കിൽ ഖബറിന്റെ അടുത്ത് വെച്ചിട്ട് ദുആ ചെയ്താൽ അള്ളാഹു പ്രത്യേകം സ്വീകരിക്കും പരിഗണിക്കും എന്ന ഉദ്ദേശത്തിൽ അത് ചെയ്യുമ്പോ, അതും ഖബറിന്റെ അടുത്ത് വെച്ചിട്ട് ദുആ ചെയ്താൽ, സ്വലാത്ത് ഇന്ദഹാ, ഖബറിന്റെ അഭിമുഖമായിട്ട് നിസ്കരിച്ചാൽ, ഖബറിന്റെ തൊട്ടടുത്ത് നിസ്കരിക്കുക, കുല്ലു ഹാദാ മിൻ ഇത്തിഖാദിഹ ഈദ, ഇതൊക്കെ ഖബറുകളെ ഈദുകളാക്കുക എന്ന പരിധിയിൽ വരും. അപ്പോൾ ഈദുകളാക്കരുത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ശ്രദ്ധിക്കണം. വസീലത്തുൻ വസാഇൽ ശിർക്ക്, അത് ശിർക്കിന്റെ വസീലകളിൽപ്പെട്ട ഒരു വസീലയാണ് എന്ന്. ഹദീസിന്റെ വിശദീകരണം തുടരുകയാണ്. അൽ കലിമത്തു സാലിസത്തുൽ വാരിദത്തു ഫീ ഹാദൽ ഹദീസ്, ഈ ഹദീസിൽ വന്നിട്ടുള്ള മൂന്നാമത്തെ കാര്യം, ഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം, വസല്ലു അലയ്യ ഫഇന്ന സ്വലാത്തക്കും തബ്ലുഗനി ഹൈതു കുൻതും, വസല്ലു അലയ്യ, നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുകയും ചെയ്യുക, ഫഇന്ന സ്വലാത്തക്കും, കാരണം നിങ്ങളുടെ നിശ്ചയം, നിങ്ങളുടെ സ്വലാഹ്, നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത്, തബ്ലുഗനി, എനിക്ക് കിട്ടും, അല്ലെങ്കിൽ എനിക്കെത്തും, ഹൈതു കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും. ഹാദാ അംറുൻ ബിസ്സലാത്തി അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലാനുള്ള കൽപ്പനയാണ്. വഖദ് അമറല്ലാഹു ബിദാലിക ഫീ മുഹ്കമി കിതാബിഹി ഫഖാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഇത് കൊണ്ട് കൽപ്പിച്ചിട്ടുണ്ട്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ. ഫഖാൽ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി يا أيها الذين آمنوا صلوا عليه وسلموا تسليما إن الله نسيم الله ملائكته അവന്റെ മലക്കുകളും യുസല്ലൂന, സ്വലാത്ത് ചൊല്ലുന്നു, അലൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ, അതായത് സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറയാം. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, സ്വല്ലു അലൈഹി, അവിടുത്തെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക, നബിയുടെ മേൽ, വസല്ലിമു തസ്ലീമ, വസല്ലിമു, സലാം ചൊല്ലുകയും ചെയ്യുക, തസ്ലീമ, ഒരു സലാം ചൊല്ലാൻ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലാനുള്ള, സ്വലാത്തും സലാമും ചൊല്ലുന്നതിനുള്ള കൽപ്പനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. വഖൗലുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം, സ്വല്ലു അലയ്യ, എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലു, ഹാദാ അംറുൻ യുഫീദുൽ വുജൂബ, ഇത് വുജൂബിനെ, നിർബന്ധത്തെ ദ്യോതിപ്പിക്കുന്ന, അറിയിക്കുന്ന കൽപ്പനയാണ്. ഫസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മശ്റൂഅത്തുൻ മുഅക്കദത്തുൻ, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്ത് ചൊല്ലുക എന്നത് ശറഅക്കപ്പെട്ടതും അത് ശക്തമായതുമാണ്. വതജിബു ഫീ ബഅദിൽ മവാദിഅ, ചില സ്ഥലങ്ങളിൽ അത് നിർബന്ധമാണ്. ഫതജിബു ഫിൽ ഖുത്ബതൈനി ലിൽ ജുമുഅത്തി വൽ ഈദി വ ഖുത്ബത്തിൽ ഇസ്തിസ്ഖാഇ, അപ്പോൾ ആ സ്വലാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്ത് ചൊല്ലുക എന്നത് രണ്ട് ഖുത്ബയിൽ, ജുമുഅക്കുള്ള രണ്ട് ഖുത്ബകളിലും
ഈദിലും അതേപോലെ ഈദിലെ ഖുത്ബ, അതേപോലെ ഇസ്തിസ്ഖാഇന്റെ ഖുത്ബയിലും മഴയത്തെ നിസ്കാരത്തിന്റെ ഖുത്ബ അതിലും ഒക്കെ നിർബന്ധമാണ്. തജിബു സ്വലാത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്. ഫി തശഹ്ഹുദിൽ അഖീരി ഫി സ്വലാഹ്, സ്വലാഹ് അതായത് നിസ്കാരത്തിൽ, 5 നേരത്തെ നിസ്കാരത്തിൽ, അതേപോലെ മറ്റു നിസ്കാരങ്ങളിലൊക്കെ അവസാനത്തെ അത്തഹിയാത്തിൽ, അവസാനത്തെ തശഹുദ് കഴിഞ്ഞ ഉടനെ തന്നെ, അത്തഹിയാത്ത് കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിമിയ സ്വലാത്ത് അത് ചൊല്ലുക. വകദാലിക തജിബു സ്വലാത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ ദിക്രിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്രകാരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പരാമർശിക്കുമ്പോൾ, അത് കേൾക്കുമ്പോൾ ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്. വതുസ്തഹബു ഫീ ബഖിയത്തിൽ അഹ്വാൽ, മറ്റുള്ള സാഹചര്യങ്ങളിൽ, മറ്റുള്ള അവസ്ഥകളിൽ അത് മുസ്തഹബാണ്, ഉത്തമമാണ് സ്വലാത്ത് ചൊല്ലൽ. വകുല്ലമാ അക്സറൽ ഇൻസാനു മിന സ്വലാത്തി അല റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കസുറ അജ്റുഹു, എത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുവോ അത്രമാത്രം അവനുള്ള കൂലി വർദ്ധിക്കും. കമാ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മൻ സ്വല്ലാ അലൈഹി വാഹിദതൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റൻ, മൻ സ്വല്ലാ അലൈഹി, ആരിൽ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയോ, വാഹിദതൻ ഒരു സ്വലാത്ത്, സ്വല്ലല്ലാഹു അലൈഹി അവന്റെ മേൽ അള്ളാഹു സ്വലാത്ത് ചൊല്ലും, ബിഹാ അതുകൊണ്ട് അശ്റൻ 10 എന്ന് പറഞ്ഞാല് അള്ളാഹു സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാല് നമുക്ക് അള്ളാഹു കരുണ ചെയ്യും, റഹ്മത്ത് വർദ്ധിപ്പിക്കും എന്നതാണ്. ഖൗലുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം, ഫഇന്ന സ്വലാത്തകും തബ്ലുഗുനി, നിശ്ചയം നിങ്ങളുടെ സ്വലാഹ് എനിക്കെത്തും എന്ന് പറഞ്ഞത്. ഫല്ലാഹു ജല്ല വഅലാ വക്കല ബിസ്വലാത്തിൽ മുസല്ലീന അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യുബല്ലിഗു റസൂല ഇയ്യാഹാ വഹുവ ഫീ ഖബ്രിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസല്ലീങ്ങളുടെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നവരുടെ സ്വലാത്ത് അത് റസൂലിനെ, നബിക്ക് എത്തിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്, വക്കല ഏൽപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലായിരിക്കെ തന്നെ. ഫഫി അയ്യി മക്കാനിൻ സ്വല്ലൈത അലൈഹി, അപ്പോ എവിടെ വെച്ചിട്ട് നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലിയോ, ഇന്ന സ്വലാത്തക തബ്ലുഗുഹു, അത് നബിക്ക് എത്തുക തന്നെ ചെയ്യും സ്വലാത്ത്. വലൗ കുന്ത ഫിൽ മശ്രിഖി അവൽ ഔ ഫിൽ മഗ്രിബി, നീ കിഴക്കായിരുന്നാലും പടിഞ്ഞാറായിരുന്നാലും. വഹാദാ മിൻ ആയാത്തില്ലാഹി സുബ്ഹാനഹു വ തആല, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അന്നഹാ തബ്ലുഗുഹു സ്വലാത്തു അലൈഹി ഫി ഖബ്രിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്ത് അവിടുത്തെ ഖബറിൽ എത്തും എന്നത്. വഹാദാ മിൻ ഉമൂരിൽ ബർസഖിൽ ലത്തി ലാ യഅലമുഹാ ഇല്ലല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അല്ലാതെ അറിയാത്ത ബർസഖിയായ കാര്യങ്ങളിൽ പെട്ടതാണ് ഇത്. അപ്പോൾ നബിയുടെ വചനം, ഫഇന്ന സ്വലാത്തകും തബ്ലുഗുനി ഹൈതു കുൻതും, നിശ്ചയം നിങ്ങൾ എനിക്ക് മേൽ ചൊല്ലുന്ന സ്വലാത്ത് അത് എനിക്ക് നിങ്ങൾ എവിടെയായിരുന്നാലും എത്തും എന്ന് പറഞ്ഞത്. ഐനമാ കുൻതും ഫീ ബർരിൻ ഔ ഫീ ബഹരിൻ, നിങ്ങൾ എവിടെ, കടലിലായിരുന്നാലും കരയിലായിരുന്നാലും, ഖരീബീന ഔ ബഈദീന, അടുത്തായിരുന്നാലും അകലെയായിരുന്നാലും, ഫിൽ മശ്രിഖി ഔൽ മഗ്രിബ്, അല്ലെങ്കിൽ കിഴക്കായിരുന്നാലും പടിഞ്ഞാറ് ആയിരുന്നാലും എന്ന്.